ഒരു കുട്ടി കോളേജിൽ പോണ ഒരു കുട്ടി എന്നോട് ഒരു സംശയം ചോദിക്കുകയാണ്. അമ്മേ, നട അടച്ചു കഴിഞ്ഞ അമ്പലത്തിൽ നമ്മൾ കൈ കൂപ്പാൻ പാടുണ്ടോ എന്നുള്ളതാണ് ആ കുട്ടി ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശിവന്റെ അമ്പലമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നട അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ അമ്പലത്തിൽ കടന്നുറങ്ങാൻ പോലും പാടില്ല. ഭൂതജനങ്ങളാണ്, ജനങ്ങളെന്നാ പറഞ്ഞ, സോറി, ഭൂതഗണങ്ങളാണ് അമ്പലത്തിന്റെ ചുറ്റും പിന്നീട് ഉണ്ടാവുക ഉള്ളിലെ. അപ്പോൾ നമ്മൾ അവിടെ ഉറങ്ങാനോ ആ അമ്പലത്തിൽ പോയി കൈകൂപ്പാനോ ഒന്നും പാടില്ല എന്നുള്ളത് തന്നെയാണ്. അമ്പലത്തിൽ ചെന്നിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ദേവി അമ്പലത്തിലാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെന്ന് തൊഴാൻ പാടില്ല. പക്ഷേ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും രണ്ട് തരങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലവർ പറയുന്നത് അവർ ധ്യാനത്തിലിരിക്കുകയാണ് എന്നുള്ളത്. ചിലവർ പറയുന്നുണ്ട് അവർ ഉറക്ക സമയമാണ് ഈ നട അടച്ചു കഴിഞ്ഞാൽ. അപ്പോഴൊന്നും നമ്മൾ അറിയാലോ, ധ്യാനത്തിലിരിക്കുന്ന ഒരാളെ നമ്മൾ ശല്യം ചെയ്യണ പോലെ തന്നെയല്ലേ തൊഴുകയാണെന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ചെന്ന് ശല്യം ചെയ്യണ പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഫലങ്ങളൊന്നും ലഭിക്കില്ല എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ ബസ്സിൽ പോണ ഒരു കുട്ടി ഒന്ന് കൈ കൂപ്പിച്ചിട്ട് അതിന് ദോഷമൊന്നുമില്ല. അതൊരു ബഹുമാനം, മനസ്സിലായില്ലേ? ഒരു ബഹുമാനത്തെ സൂചിപ്പിക്കുകയാണ്. ഒരു അമ്പലം കാണാണ്, അപ്പൊ ഒന്ന് കൈ കൂപ്പ, അത്രേ ഉള്ളൂ. അപ്പൊ അമ്പലത്തിൽ ചെന്നിട്ട് നമ്മൾ ഒരിക്കലും തൊഴാൻ പാടില്ല. ബസ്സിൽ പോണ സമയത്ത് ഒരു അമ്പലം കാണുമ്പോൾ ഒന്ന് കൈ കൂപ്പിച്ചിട്ട് അതിനൊരു ദോഷമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.